അപ്പോൾ പുള്ളിയില്ല. അപ്പോൾ എല്ലാവരും വല്ല പാനിക് ചെയ്യും, എന്ത് ചെയ്യും, നാളെ ട്രിവാൻഡ്രത്ത് വൈകുന്നേരം നാടകമുണ്ട്, എടാ നീ ആ റോൾ അഭിനയിക്കാൻ കേൾപ്പോൾ അപ്പോൾ ഞാൻ നിൻ്റെ അമ്മായിമ്മ കാലി ഞാനങ്ങളെ കാണണേ എന്നാണ് ഡയലോഗ്. പക്ഷേ ഓഡിയൻസിൽ നിന്നൊരു ചിരി ഉയർന്നിട്ട് ഭയങ്കര ചിരി. അത് കഴിഞ്ഞ് ഇടയ്ക്ക് പിന്നെ പുറത്തോടെ വരുമ്പോൾ അച്ഛൻ ചോദിച്ചു എന്നാ നീ പറഞ്ഞു. അന്നത്തെ കാലത്ത് അച്ഛൻ്റെ നാടകങ്ങൾ അശ്ലീലം ഉണ്ടെന്നുള്ള ഒരു പദപ്രയോഗമൊക്കെ ഉണ്ടെന്നൊക്കെയുള്ള അതൊരു ഇതുണ്ട്. അപ്പം ഞാൻ അച്ഛനോടൊപ്പം ഈ പറഞ്ഞ മാതിരി കുട്ടിക്കാലത്ത് തന്നെ നാടക റിഹേഴ്സലൊക്കെ ഇവിടെ തന്നെ അല്ലേ. പണ്ടിതൊരു കൊച്ചു വീടായിരുന്നു, ഇവിടെ ചായ്പുണ്ട്, ചെറിയ ചായ്പ്, കഷ്ടിച്ചൊരു 8-9 അടി വീതിയുള്ള, അതിനകത്തായിരുന്നു റിഹേഴ്സൽ. പിന്നെ ഇവിടെ വീട് വെച്ച് ഇവിടെ തന്നെ റിഹേഴ്സൽ പുറകിലൊക്കെ ആയി. ഞാൻ കണ്ടു വളർന്നത് നാടകാഭിനയവും ഈ പറഞ്ഞ അച്ഛൻ ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നതും അതുകൊണ്ടൊക്കെ ആയിരിക്കാം. കരിയറിനെ കുറിച്ചും പഠിത്തത്തെക്കുറിച്ചും ഒന്നും ആലോചിച്ചില്ല, നേരെ ഒട്ടും താല്പര്യമില്ല പഠിക്കാനൊന്നും. പിന്നെ ഈ അച്ഛൻ എന്നോട് കഥകൾ പറയുന്നത്, ഇപ്പം നാടകത്തിനെ പറ്റി, ഷേക്സ്പിയർ നാടകങ്ങളെ പറ്റിയൊക്കെ പറയുന്നതും ആ കഥാപാത്രങ്ങളെ പറ്റി അവർക്ക് വിഷ്വൽ സഹിതമാണ് പറയുന്നത്, ആ ക്യാരക്ടേഴ്സിനെ പറ്റി. അപ്പം അച്ഛൻ നാടകത്തിൽ റിഹേഴ്സൽ നമ്മളെ ക്യാരക്ടറാക്കുന്നത് അങ്ങനെയാണ്. ഈ സാധാരണ എല്ലാവരും പറയും പോർഷൻ എഴുതി കൊടുത്ത് പഠിക്കാൻ പറയുമല്ലോ. അച്ഛൻ പഠിക്കണ്ട, ആരും പഠിക്കണ്ട, കഥാപാത്രം എന്താണെന്ന് പറയും. എന്നിട്ട് അയാൾ എവിടെ ജനിച്ചു, എവിടെ വളർന്നു, ആ കഥാപാത്രം എന്താണ് എന്നുള്ള ആ കഥാപാത്രം എന്താണുള്ള ബോധം നമ്മുടെ നടന്മാരെ സൃഷ്ടിക്കുകയായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ പലരും അച്ഛൻ പറയുന്നു, പലരും അങ്ങനെ ഒന്നും ആകാൻ പറ്റുന്നില്ല, പിന്നെ ആയിത്തീരുന്നു, അവരങ്ങനെ ആയിത്തീരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്. ആദ്യത്തെ നാടകത്തിൽ അഭിനയിക്കുന്നത് അതെനിക്കൊരു 5-6 വയസ്സുള്ളപ്പോൾ പോർട്ടർ കുഞ്ഞാലി എന്ന് പറഞ്ഞ നാടകം, അതാണ് ആദ്യം ഞാൻ അഭിനയിക്കുന്ന നാടകം. അതും അന്ന് BP നായർ, ഉർവശിയുടെ അച്ഛൻ, അദ്ദേഹമായിരുന്നു എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചു, BP ചേട്ടൻ. പിന്നെ ജോസ് പ്രകാശ് ചേട്ടൻ ഇവിടെ അഭിനയിച്ചിരുന്നു, അത് ആത്മബലി, അത് എനിക്ക് 10-12 വയസ്സുള്ളപ്പോൾ. പോർട്ടർ കുഞ്ഞാലി കുറച്ചൊക്കെ ഓടി. പിന്നെ ആത്മബലിയാണ് അന്ന് അത്യാവശ്യം ഓടിയത്. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ വല്ല പകരത്തിന് ആൾക്കാരൊക്കെ പിന്നെ അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ നാടകമല്ലേ മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പകരം കയറി അഭിനയിക്കും. പകരക്കാരനായിട്ട് കുറേ അതൊക്കെ അന്ന് ഞാനൊരു 10-18 വയസ്സുള്ളപ്പം അത് കാവാലിക നാടകം ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് അന്ന് ഞാൻ SN കോളേജിൽ ചേർത്തലയാണ് പഠിക്കുന്നത്, പ്രീ ഡിഗ്രിക്ക്. അപ്പോൾ ഞാൻ ഒരു ശനിയാഴ്ച ഇവിടെ വന്നു. പച്ചമണി വാ നമുക്ക് തിരുവനന്തപുരത്ത് നാടകം, 2 ദിവസം ഫ്രീ അല്ലേ. ഞാനും വണ്ടിയെ കയറി. കോട്ടയത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത് അതിനകത്ത് ഒരു കഥാപാത്രം അഭിനയിക്കുന്ന ആൾ വന്നിട്ടില്ല. പുള്ളിക്ക് പനി, മരടി ജോസഫ് എന്ന് പറഞ്ഞ ആൾ. അന്ന് ആ പുള്ളി അഭിനയിക്കുന്ന കഥാപാത്രം ഒരു 10-65 വയസ്സുള്ള ഒരു കുന്നംകുളം ഇട്ടൂപ്പ് എന്ന് പറയുന്ന ഒരു കല്യാണ ബ്രോക്കർ. കുന്നംകുളം ഭാഷയാണ്, പ്രായം 10-65 വേണം, പിന്നെ ഈ ഭാഷയും പ്രായം. അപ്പോൾ പുള്ളിയില്ല. അപ്പോൾ എല്ലാവരും വല്ല പാനിക് ചെയ്യും, എന്ത് ചെയ്യും, നാടകം ട്രിവാൻഡ്രത്ത് വൈകുന്നേരം നാടകമുണ്ട്. അച്ഛൻ പറയുമ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ അന്ന് ഈ മൊബൈലില്ല, ആരും നമ്മൾ ഒരു ഹോട്ടലിൻ്റെ വാതിൽ നമ്മൾ നിൽക്കുന്നത്, അവിടുത്തെ ഫോൺ വന്നു ഇങ്ങനെ വരില്ല. അച്ഛൻ വാ പോവാം. സാറേ ആരാ. ഇപ്പോൾ നാടകത്തിൽ ഈ മ്യൂസിക്കിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഗിറ്റാർ വായിക്കുന്ന, അവരൊക്കെ അഭിനയിക്കുന്നുണ്ട് ചെറിയ ചെറിയ വേഷങ്ങൾ. കുറച്ച് വണ്ടി അങ്ങ് വിട്ടെങ്കിൽ വെച്ചാൽ എടാ നീ ആ റോൾ അഭിനയിക്കാൻ കേൾപ്പോൾ അപ്പം ഞാൻ. അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ ഈ കാവാലിൻ്റെ ഈ റിഹേഴ്സൽ നടക്കുമ്പം ഞാനിവിടെ ഇല്ല. മറ്റേ റിഹേഴ്സൽ എനിക്ക് കണ്ട് പരിചയമുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൃത്യമായിട്ട് ആ റിഹേഴ്സലും കണ്ടിട്ടില്ല. നാടകം 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ ആരെയും നാടകം കളിക്കണ്ടേ. ഞാൻ പറഞ്ഞു ഞാൻ അല്ലല്ല അഭിനയിക്കാൻ പറ്റും. ഇത് പറഞ്ഞിട്ട് അച്ഛനും കിടക്കും. അവിടെ ഒരു അച്ഛന് ബെഡുണ്ട് വണ്ടിയിൽ, കിടപ്പാ, ഇരിപ്പല്ല. അങ്ങനെ അച്ഛൻ ഇപ്പം പഠിക്കുന്നത് എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞ് നിനക്ക് പറ്റുവാടാ അതൊക്കെ. അങ്ങനെ കിടന്നു. പിന്നെ ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ പറയുന്നു, കുന്നംകുളം ഭാഷ, പ്രായം, അങ്ങനെ അവസാനം VJT ഹാളിൽ നാടകം. ആ നാടകങ്ങളിൽ ചിലപ്പോൾ സംഭവം ഉണ്ടായി. അതായത് ആ നാടകത്തിൽ ഈ കുന്നംകുളം ഇട്ടപ്പിൻ്റെ ഡയലോഗുണ്ട്. ഇയാൾക്ക് മന്ദപനിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയം കൊണ്ട് എന്നെ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ ഞാൻ ഇരിക്കുകയാണ്. അങ്ങനെ സെക്കൻഡ് സീൻ തുടങ്ങുമ്പോൾ കർട്ടൻ പൊങ്ങിയാൽ യൂട്യൂബാണ്. ഫസ്റ്റ് സീൻ ഗംഭീരമായിട്ട് ആൾക്കാർ കൈയടിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കർട്ടൻ പൊങ്ങി കഴിയുമ്പം ഇയാൾക്ക് മന്ദപനിയായിട്ടിരിക്കുക. കല്യാണ ബ്രോക്കറായിട്ട് വീട്ടിൽ വന്നതാണ്. അപ്പം ഇടത്താക്ക്
ഇത്താക്കേ അവിടുത്തെ വേലക്കാരനെ വിളിക്കും, ഒന്നിട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് ഒരു കാപ്പി വേണേക്ക്. അപ്പോൾ അവൻ പറഞ്ഞാൽ ഇട്ടുപ്പേര് ഇതിൻ്റെ എനിക്ക് മന്ദുണ്ട്. ഇയാളിത് മന്ത് മറയ്ക്കുന്ന സ്വകാര്യം കാണിക്കല്ലേ. അങ്ങനെ ഇവർ തമ്മിൽ നീ പോടാ ചവി എന്നൊക്കെ പറയും. അപ്പോൾ ഇവൻ ഇത് മന്ദല്ലേ, പോടാ ചവി, ഇത് മന്തൊന്നുമില്ല, ഇത് വെറും തലനീരാ എന്ന് പറഞ്ഞത്. ഇട്ടുപ്പേടാ എൻ്റെ അമ്മായിയമ്മയുടെ കാല് കണ്ടിട്ടുണ്ടോ? നിൻ്റെ അമ്മായിയമ്മയുടെ കാല് ഞാനെങ്ങനെ കാണണേ എന്നാണ് ഡയലോഗ്. വയ്ക്കുക. ഇതാണ് ഇട്ടുപ്പേടാ എൻ്റെ അമ്മായിയമ്മയുടെ കാല് കണ്ടിട്ടുണ്ടോ? നിൻ്റെ അമ്മായിയമ്മയുടെ കാല് ഞാനെങ്ങനെ കാണുക? ഈ എൻ്റെ പരിഭ്രമം തുടങ്ങിയുള്ളൂ. നിൻ്റെ ഈ കാലം എന്നുള്ള വാക്ക് കിട്ടും. നിൻ്റെ അമ്മായിയമ്മയുടെ ഞാനെങ്ങനെ കാണണം. പക്ഷേ ഓഡിയൻസിൽ നിന്നൊരു ചിരി ഉയർന്നിട്ട് ഭയങ്കര ചിരി. എനിക്ക് സംഭവം മനസ്സിലാകുന്നില്ല. ഞാൻ സ്ലിപ്പ് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റായി. എനിക്ക് അന്നത്തെ പേടിയൊക്കെ പോയി ഏറ്റവും സംഗതി ആയിട്ടില്ല. അപ്പോൾ സൈഡിൽ നിന്ന് ചിറ്റയൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചിറ്റയൊക്കെ ഈ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി അവരൊക്കെ ചിരി. അപ്പോൾ എനിക്ക് അങ്ങനെ പിന്നെ എനിക്ക് പ്രശ്നമില്ല. കൊള്ളാം. ഞാൻ പിന്നെ ഈ സൈക്കിളൊക്കെ കയറുന്നവരെ കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്ക് പിന്നെ പുറത്തോടെ വരുമ്പോൾ അച്ഛൻ ചോദിച്ചു എന്നാ നീ പറഞ്ഞു. അന്നത്തെ കാലത്ത് അച്ഛൻ്റെ നാടകങ്ങൾ അശ്ലീലം ഉണ്ടെന്നുള്ള ഒരു പദപ്രയോഗമൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള അതൊരു ഇതുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ജന്മങ്ങളിൽ അങ്ങനെ തന്നെ എഴുതിയത് എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. എന്താണെങ്കിലും അതാണ് എന്നെ ആ നാടകം കഴിഞ്ഞൊന്ന് പലരും പറഞ്ഞു ഗംഭീരമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ല, അതൊരു വലിയ അനുഭവമാണ്. അപ്പം അന്നിങ്ങനെ പ്രായമായ കഥാപാത്രം അഭിനയിക്കാൻ അന്നും എനിക്ക് താല്പര്യമുണ്ട്. എന്നിൽ നിന്ന് വിട്ട് പ്രായം എന്നല്ല ഞാൻ പറയാം, എന്നിൽ നിന്നേ ഞാൻ എന്നുള്ള വ്യക്തിയിൽ നിന്ന് മാറി വേറൊരു കഥാപാത്രം അഭിനയിക്കുന്നത് എനിക്കിഷ്ടം. അപ്പോൾ സിനിമയിലിപ്പം അങ്ങനത്തെ കഥാപാത്രം ചെയ്യുമ്പോൾ രസം.